നമ്മുടെ മുന്നിലുള്ള സൂചന ഇപ്പോഴും ഒരു സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട ഒരു സ്കൂട്ടറാണ്. ആ സ്കൂട്ടർ രാത്രി 1 മണിയോടുകൂടി ഈ കുഞ്ഞിനെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാം. സ്ക്രീനിൻ്റെ ഇടതുവശത്ത് ലോറികൾ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമുണ്ട്. ശ്രീജിത്ത്, ആ ലോറി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ആ ലോറിയിലെ ജീവനക്കാരെങ്കിലും ഉണ്ടോ? അവർ ഇത്തരം ദൃശ്യങ്ങൾ എന്തെങ്കിലും കണ്ടോ എന്ന് നമുക്ക് അവരോട് പ്രതികരണം ഒന്ന് എടുക്കാവുന്നതാണ്. അവരാരെങ്കിലും അവിടെ ഉണ്ടോ? അതല്ല അവർ ലോറി പാർക്ക് ചെയ്ത് മറ്റെവിടെയെങ്കിലും ആണോ കിടന്നുറങ്ങുന്നത്? നമുക്ക് അവരുടെ കൂടി ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. എനിക്കൊന്ന് ശ്രീജിത്ത്, ഈ പോലീസുകാർക്കൊപ്പമാണ് ഇപ്പോൾ പോകുന്നത്. പൊന്തക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലാണ്. പ്രേക്ഷകർക്ക് കാണാം, ഇത് ഈ പാർക്കിംഗ് ഗ്രൗണ്ടിന് തൊട്ടു ചേർന്നുള്ള മെയിൻ റെയിൽ ലൈനാണ്. ഈ റെയിൽ ലൈൻ ഒന്ന് പേട്ടയിലേക്കും തിരിച്ചു പോകുന്നത് കൊച്ചുവേളിയിലേക്കുമാണ്. ഈ റെയിൽവേ ലൈൻ വഴി ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. സ്കൂട്ടറിലെത്തിയ സംഘമാണ് കുട്ടിയെ തട്ടിക്കൊണ്ടു പോയതെങ്കിൽ അവർ ഈ റെയിൽ വഴി പോകാനുള്ള സാധ്യതയില്ല. അതല്ല മറ്റെന്തെങ്കിലും സാധ്യതയാണെങ്കിൽ ഇതിനോട് തൊട്ടു ചേർന്ന് ഒരുപാട് ഒഴിഞ്ഞ ഇടങ്ങളും പറമ്പുകളും ഉണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സീറ്റ് സൂക്ഷിച്ചു നിന്നാൽ മതി. ട്രെയിൻ വരുന്ന സമയമാണ്. വളരെ ട്രെയിൻ ട്രാഫിക് കൂടുതലുള്ള സമയമാണ്. നമ്മൾ ആ ട്രാക്കിൽ നിന്ന് ഒഴിഞ്ഞ് ആ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇപ്പോൾ പോലീസ് ഈ പൊന്തക്കാടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവിടെ അന്വേഷണം നടത്തുന്നത്, അല്ലേ ശ്രീജിത്ത്? അരുൺ, ഒരു പുതിയ വിവരം നമുക്കുള്ളത്, ഈ ലോറിയുടെ ജീവനക്കാർ ഉണ്ടായിരുന്നു രാത്രി ഈ സമയത്ത്. ആ ലോറിയിലെ ജീവനക്കാരെ എല്ലാം പേട്ട സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. അവരെ പോലീസ് അവരിൽ നിന്ന് വിവരങ്ങൾ ആരായുകയാണ്. ഈ സംഭവവുമായി ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും വിവരമുണ്ടോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. ലോറിയിൽ ജീവനക്കാരുണ്ടായിരുന്നു. ഈ ബ്രഹ്മോസിന് വലതുവശത്തുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ 2 ലോറികളാണ് നിർത്തിയിട്ടിരുന്നത്. ഈ 2 ലോറികളിലും ജീവനക്കാരുണ്ടായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇപ്പോൾ നമ്മൾ എഫ്ഐആറിന്റെ കോപ്പി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എഫ്ഐആറിന്റെ കോപ്പിയും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന 2 വിവരങ്ങൾ, അമർദീപ് അമല എന്നീ ദമ്പതികളുടെ കുഞ്ഞിനെയാണ് കാണാതായത്. മഞ്ഞ നിറത്തിലുള്ള സ്കൂട്ടറിൽ വന്നയാൾ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് പരാതിയിൽ പറയുന്നത്. പുലർച്ചെ 12 മണിക്കും 1 മണിക്കും ഇടയിലാണ് സംഭവം നടന്നത് എന്ന് രക്ഷിതാക്കൾ പറയുന്നു. അമലാദിക്ക് 2 വയസ്സ് പ്രായമുള്ളതും 3 അടി ഉയരവും പുതുനിറവും മെലിഞ്ഞ ശരീരവും കാണാതായ കറുപ്പിൽ പുള്ളിയും ടീഷർട്ട് ധരിച്ചതുമായ മേരി എന്ന പെൺകുട്ടിയെ 19/2/2024 തീയതി രാത്രി 12 മണിയോടെ ഈ കുടുംബം താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ബ്രഹ്മോസിന് സമീപമുള്ള തുറസായ സ്ഥലത്ത് ടെന്റ് കെട്ടി താമസിക്കുന്ന സ്ഥലത്ത് കിടന്നുറങ്ങവേ പുലർച്ചെ 12 മണിക്കും 1 മണിക്കും ഇടയ്ക്കുള്ള സമയം മഞ്ഞ നിറത്തിലുള്ള സ്കൂട്ടറിൽ വന്ന ആരോ തട്ടിക്കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പ്രാഥമിക വിവരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീജിത്ത്, ഞാൻ വരാം. പ്രവീണ തുടരുക. അഞ്ജു ജയപ്രകാശ് കൂടി നമുക്കൊപ്പം ചേരുന്നു. അഞ്ജു ജയപ്രകാശ്, എന്താണ് എഫ്ഐആറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം? പരാതി അനുസരിച്ച് മഞ്ഞ നിറത്തിലുള്ള സ്കൂട്ടറിൽ വന്ന ആരോ തട്ടിക്കൊണ്ടുപോയി എന്ന് മാത്രമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇന്ന് പുലർച്ചെ 12 മണിക്കും 1 മണിക്കും ഇടയിലാണ് സംഭവം നടന്നത് എന്നും പരാതിയിൽ പറയുന്നു. എന്തൊക്കെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? 5 സംഘങ്ങളായാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഏതൊക്കെ തരത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു? ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണോ അന്വേഷണം?